You are listening to Kathagram with Neetu M. Eldos. Kathagram Stories Alive. It's strange how a journey often begins long before you pack your bag or step out of the door. Mine started on an unremarkable day in the chaos of a newsroom when I caught myself longing not for an escape but for something deeper. A connection, a challenge, a way to feel alive. യാത്രകൾ എത്തിപ്പെടലുകളാണ്. ചിലർക്ക് അത് വെറും സ്ഥലങ്ങളാകാം, a mere destination. പക്ഷേ മറ്റു ചിലർക്ക് അത് ഉള്ളിലേക്കുള്ള അനേകം യാത്രകളുടെ ഒരു തുടക്കം മാത്രം, an odyssey. That's not just travel, but it's a long, adventurous journey, often marked by unexpected challenges, personal growth and transformation. But for me, it's also about entering a dialogue with the quieter parts of myself that only emerge when everything else fades away. ഡെസ്റ്റിനേഷൻ മനോഹരമായിരിക്കണം, എൻ്റെ കൂട്ടുകാരി എപ്പോഴും പറയുമായിരുന്നു. അതൊക്കെ ശരിയാ, പക്ഷേ എനിക്ക് അന്നും ഇന്നും പ്രിയം ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്ന പ്രോസസ്സാണ്. അതിനിടയിൽ കണ്ടുമുട്ടുന്ന പേരറിയാത്ത അനേകം മനുഷ്യരാണ്, അവരുമായിട്ടുള്ള സമ്പർക്കങ്ങളാണ്, അനുഭവങ്ങളാണ്. അതിൽ ചിലരുടെ മുഖങ്ങൾ ഞാൻ എന്നും ഓർത്തു വയ്ക്കും, ഇനി ഒരിക്കലും കാണാനിടയില്ലായിരിക്കും. എന്നാലും എൻ്റെ യാത്രകളിൽ ഞാൻ ക്ഷണിക്കാതെ തന്നെ ഭാഗമായി തീർന്ന ഒരു കൂട്ടം മനുഷ്യർ, ഞാൻ പോലും അറിയാതെ മനസ്സിനെ സ്പർശിച്ചവർ. 1953 മൗണ്ട് എവറസ്റ്റ് ആദ്യമായിട്ട് കീഴടക്കിയ ടെൻസിംഗ് നോഗെ പറഞ്ഞൊരു കാര്യമുണ്ട്. It has been a long road from a mountain coolie to a high climbing Sahab. This is my answer to those who asked me why I wanted to climb Everest. It's the answer of every man who has struggled to rise above his own limitations. ട്രെക്കിംഗ് എന്ന വാക്ക് നമ്മുടെ നാട്ടിൽ അധികം ട്രെൻഡിങ് അല്ലാത്തൊരു കാലത്താണ് ഞാൻ ആദ്യമായിട്ട് മല കയറാൻ തുടങ്ങിയത്. That's when I got my first job in Delhi, my early 20s. ഒരു ഓവർനൈറ്റ് ബസ് കയറിയാൽ ഉത്തരാഖണ്ഡിലോ ഹിമാചലിലോ നേപ്പാളിലോ വരെ എത്താം. ആദ്യത്തെ ഒറ്റയ്ക്കുള്ള യാത്ര ഋഷികേശ് ആയിരുന്നു. അന്നും ഇന്നും ഏതൊരു ട്രെക്കിങ്ങിന് മുമ്പും മനസ്സിൽ എന്നും പ്രകാശം പരത്തുന്ന ഒരു കഥാപാത്രമുണ്ട്, നാറാണത്ത് ഭ്രാന്തൻ. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ പറയിപ്പെറ്റ പന്തിരുകുലത്തിലെ ആ കഥാപാത്രം ഒരു വല്ലാത്ത ഫാസിനേഷനായിരുന്നു. ഒരു കാര്യവുമില്ലാതെ വെറുതെ കല്ലുരുട്ടി മലമുകളിൽ കയറ്റി താഴേക്ക് എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന എൻ്റെ കുഞ്ഞു ലോകത്തിലെ ആദ്യത്തെ ട്രെക്കർ. പ്രായമാകുന്നതിനനുസരിച്ച് നാറാണത്ത് ഭ്രാന്തനും എൻ്റെ മനസ്സിൽ വളർന്നു തുടങ്ങി. വെറും ഒരു ഭ്രാന്തനിൽ നിന്ന് പുള്ളിക്ക് കുറേ പരിവേഷങ്ങളുണ്ടായി. കഷ്ടപ്പെട്ട് കല്ലുരുട്ടി മുകളിലെത്തുമ്പോൾ എന്തായിരിക്കും നാറാണത്ത് ഭ്രാന്തൻ്റെ മനസ്സിലുണ്ടായിരിക്കുക? അതൊരു എക്സ്ക്ലമേഷൻ മാർക്കായി തന്നെ ഇരിക്കട്ടെ. ബട്ട് ഫോർ മീ, when I climb a mountain and reach its summit, my mind is empty but content. ശൂന്യതയിൽ നിന്നുടലെടുക്കുന്ന ഒരു തരം നിർവൃതി. And every time it's different, depending on the terrain, difficulty, people and much more. ഓരോ ട്രെക്കും പ്രിയപ്പെട്ടതാണ്, അതെനിക്ക് മാത്രം സ്വന്തമായിരിക്കണം എന്നൊരു സ്വാർത്ഥ ചിന്താഗതിക്കാരിയായിരുന്നു ഞാൻ. To be honest, I found pleasure in cherishing my well-kept secrets. മിക്കവാറും ഒറ്റയ്ക്കാണ് യാത്രകൾ മിക്കപ്പോഴും മൗണ്ടൻസിലേക്കായിരുന്നു. തിരക്കിട്ട മാധ്യമ ജീവിതത്തിനിടയിൽ ഞാൻ എനിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച 2-3 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന സെൽഫോണുകളും നെറ്റ്വർക്കും പത്രവും ടിവിയും ഇല്ലാത്ത അപരിചിതരുടെ കൂടെയുള്ള ട്രെക്കിങ്സ്. ചിലപ്പോൾ ആട്ടിടയന്മാരുടെ കൂടെ, അല്ലെങ്കിൽ വഴിയരികിൽ കണ്ടുമുട്ടിയ ആരുടെയെങ്കിലും കൂടെ. A complete cut off from my mundane reality. ന്യൂസ് റൂമിലേക്ക് തിരിച്ചു വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, How was your trip? When did you go this time? My answers were always vague. Never really told anyone where I went or what I did. ഇടയ്ക്കെങ്ങാനും ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്താലും സ്ഥലത്തിൻ്റെ പേര് ആരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. Most places that I traveled were remote and not touristy. I stayed with innocent villagers who lived closer to the soil. ചിലപ്പോഴൊക്കെ കാടിനുള്ളിൽ അധികമാരും പോകാനിടയില്ലാത്ത ഗവൺമെൻറ് ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസസിൽ
ഇതെല്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ എങ്ങാനും ആളുകൾ ഇടിച്ചു കയറി അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആയാലോ എന്ന ഒരു ബാലിശമായ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഓർ ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ എ ഹാംലെസ് egoistic pleasure in keeping secrets. But to be honest, most of these places were not really easy to reach. So why am I saying this now? I have asked this question to myself a zillion times. Do I need validation or maybe boast about Himalayan mountains that I've been to? Not really. 2022 എനിക്ക് പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് 2024. ആദ്യമായിട്ട് ഒരു തുണ്ട് ഭൂമി സ്വന്തമാക്കുന്നത് 2022 ഗെറ്റിംഗ് സെറ്റിൽഡ്, ബൈയിങ് എ ലാൻഡ്, ബൈയിങ് എ ഹൗസ്, ഇതൊന്നും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഐറ്റംസ് ആയിരുന്നില്ല. പക്ഷെ എന്തോ വാഗമണ്ണിലെ ആ സ്ഥലം കണ്ടപ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നി. ഒരു സ്റ്റോഞ്ച് ടിപ്പിക്കൽ സാലറീഡ് മെൻറ്റാലിറ്റി പേഴ്സണിൽ നിന്ന് കുറച്ചെങ്കിലും ഫിനാൻഷ്യൽ റിസ്ക്സ് എടുക്കുന്ന ഒരാളായി തീരുന്നതിൽ എൻ്റെ പാർട്ട്ണറിനൊരു വലിയ റോളുണ്ട്. We are total opposites in most things in life, but I appreciate his efforts in convincing me to buy this land and making it into something beautiful that we call Fifth Estate. പക്ഷേ ഇന്ന് ആലോചിക്കുമ്പോൾ it wasn't just my partner who influenced me. It was those treks and travels that I did in my life. Mountains have been my thing. I was always a mountain girl. I call mountains a grounded reality. A bit twisted, but in the literal sense of that phrase. I always dreamt about a home uphill. Nothing fancy, but a small cabin up hills. സ്വപ്നങ്ങൾ സുന്ദരമാക്കുന്നത് എന്താണെന്നറിയാവോ? അത് സ്വപ്നങ്ങളായതുകൊണ്ട് തന്നെയാണ്. Some dreams are very close to reality, but we all fancy those unrealistic dreams sometimes, just to cherish and smile to yourself, thinking that I have a dream, where the fantasy quite doesn't meet the reality. അങ്ങനെ ഒരു ഫാൻറ്റസി ഡ്രീം ആയിരുന്നു a home up hills. But today, that is a reality and it did not happen overnight. And I did not do it all by myself. There were so many good hearts who helped me make that dream a reality, starting from the once upon a time stranger who's a friend now, from whom I bought the land, to all those craftsmen who built this with their bare hands to make the stone house up hills a reality. എനിക്ക് ഇതൊരു unexpected parallel journey-ആണ്. It's an experience or a process so similar to trekking. It's been humbling, also a reminder that it's okay to trust people and yourself, sometimes even trust to let go. Letting go of things, your thoughts, attitudes, and much more. And also to find connections with humanity. So I thought, why not share the experience? ഈ ബിൽഡപ്പ് ഒക്കെ കേട്ട് ഞാൻ വലിയ ട്രെക്ക് ആൻഡ് ട്രാവൽ എക്സ്പേർട്ട് ആണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട കേട്ടോ. ബട്ട് ഐ മൈറ്റ് ആസ് വെൽ കോൾ മൈ സെൽഫ് ആൻ ഒഡീസിയൻ. നമ്മുടെ ഗ്രീക്ക് മിത്തോളജിയിലൊക്കെ ഉള്ള ഒഡീസിസിനെ പോലെ ടേക്ക് അവേസ് ഉള്ള ഒട്ടനേകം യാത്രകൾ. അതിൽ ചിലതൊക്കെ ഭയാനകമായിരുന്നു, ചിലത് ഒരുപാട് നന്മയും സ്നേഹവും നിറഞ്ഞത്, ചിലത് പ്രണയാത്മകം. അങ്ങനെ അനുഭവങ്ങൾ ചിലയിടങ്ങളിലൊക്കെ നമ്മളെ എത്തിക്കും. ചിലപ്പോൾ അത് നമ്മുടെ സ്വത്വത്തെ തന്നെ അങ്ങ് മാറ്റി മറിച്ച് കളയും. നിന്നിലെ സ്വത്വം നീ മാത്രം അടങ്ങുന്നതല്ല. നീ കണ്ടുമുട്ടിയതും അറിഞ്ഞതും അറിയാത്തതുമായ അനേകായിരം മനുഷ്യരും അനുഭവങ്ങളും സ്ഥലങ്ങളും പിന്നെ മറ്റെന്തെല്ലാമോ ആയിരിക്കുന്നതിൻ്റെ ആകെത്തുകയാണ്. So I thought I should share those stories of the umpteen number of good hearts I met during my travels and treks. Share at least some experience with the world to tell what it led me to. This new podcast series is about stories from my treks and travels, mostly from remote areas in Uttarakhand, Himachal, Sikkim, and Nepal. It's about the shepherd who shared his last one piece of bread with me when there was no food left for the whole day. It's about that first woman trekking guide who was brimming with confidence and positivity even in the face of adversities. It's about that old man who did not utter a single word, yet somehow in his silence said everything I needed to hear. I am just an ordinary traveler,
but the people whom I met and the places that I have experienced have definitely had a great role in shaping up the human being that I am today, for good, bad, or worse. Each trek taught me something that is different, not about mountains, but about the world we carry within us. This podcast is my way of offering you a glimpse of those lessons. Maybe they will echo with something in your journey, maybe not. Either way, I'm glad you're here. And that's all from me today. As I unpacked this story of a home uphill, I realized it was never just about a house or a place. It was about every path, every stranger, every silent moment that led me here. If this story resonated with you or reminded you of your own inner journeys, I would love for you to stay with me. We'll be back next week with another story, another path, and perhaps another piece of the puzzle. Until then, keep dreaming, keep walking, and remember, some destinations aren't found on the maps. You are listening to Kathagram with Neetu M. Eldos. Kathagram, stories are life. The views and opinions expressed in Kathagram are solely those of the host. They do not reflect the views of any organizations or affiliations. This podcast is for entertainment purposes only. We invite you to listen with openness and curiosity. Kathagram, stories are life.